ജനുവരി 22 സൂചനാ പണിമുടക്ക് മുന്നോടിയായി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആഭിമുഖ്യത്തിൽ തൊടുപുഴ മേഖലാ കൺവെൻഷൻ നടന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി അംഗം ഡി ബിനിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് സംസ്ഥാന ധനവകുപ്പ് പിന്നോക്കം പോകുന്നതായി യോഗം കുറ്റപ്പെടുത്തി. ജനുവരി 22 സൂചനാ പണിമുടക്കിന് മുന്നോടിയായി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി തൊടുപുഴ മേഖലാ കൺവെൻഷൻ ചേർന്നു. VR ബീനാമോൾ എംപ്ലോയീസ് ഹാളിൽ ചേർന്ന മേഖലാ കൺവെൻഷൻ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ഉയർത്തിക്കൊണ്ടാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജനുവരി മാസം 22-ാം തീയതി ഒരു സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു പണിമുടക്ക് എന്ന് കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് സാധാരണഗതിയിൽ ഉള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് പറയുവാൻ കഴിയും, ഈ ഒരു സമയം എന്നുള്ളത് അത്തരത്തിലുള്ള വിപുലപ്പെട്ട ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുവാൻ വേണ്ടി സാഹചര്യങ്ങൾ നമ്മളെ നിർബന്ധിച്ചിരിക്കുന്നു എന്നുള്ളത്. കാരണം കേരളത്തിന്റെ സിവിൽ സർവീസിനെ തകർച്ച നേരിടുന്ന തരത്തിൽ വളരെ ഗൗരവപൂർണമായി ബാധിക്കുന്ന കുറേയേറെ വിഷയങ്ങൾ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് നമ്മുടെ സിവിൽ സർവീസിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമായി കാണുകയാണ്. KGOF താലൂക്ക് പ്രസിഡന്റ് ബിൻസി കെ വർക്കി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ, ജില്ലാ സെക്രട്ടറി ബിജുമോൻ, സംസ്ഥാന കൗൺസിൽ അംഗം B സുധർമ്മ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AK സുഭാഷ് എന്നിവർ സംസാരിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി തൊടുപുഴ മേഖലാ കൺവീനർ VM ഷൗക്കത്ത് അലി സ്വാഗതവും ജോയിന്റ് കൗൺസിൽ തൊടുപുഴ മേഖലാ ട്രഷറർ അനീഷ് ഫിലിപ്പ് നന്ദിയും പറഞ്ഞു. ഭരണരംഗത്ത് പുത്തൻ മാതൃകകൾ സൃഷ്ടിക്കുന്ന ഇടതുപക്ഷ ബദൽ നയങ്ങളിൽ നിന്ന് സംസ്ഥാന ധനവകുപ്പ് പിന്നോട്ടു പോകുന്നതായി മേഖലാ കൺവെൻഷൻ കുറ്റപ്പെടുത്തി.